എന്നാൽ രെഹബെയാമിന്റെ രാജ്യത്വം ഉറച്ചു അവൻ ബലം പ്രാപിച്ച ശേഷം അവനും അവനോടുകൂടെ എല്ലാ യിസ്രായേലും യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ച് അവർ യഹോവയോട് ദ്രോഹം ചെയ്യുകകൊണ്ട് രെഹബെയാം രാജാവിന്റെ 5-ാം ആണ്ടിൽ മിസ്രയീം രാജാവായ ശീശക്ക് 1200 രഥങ്ങളോടും 60,000 കുതിരച്ചേവകരോടും കൂടെ യെരൂശലേമിന്റെ നേരെ വന്നു. അവനോടുകൂടെ മിസ്രയീമിൽ നിന്ന് വന്നിരുന്ന ലൂബ്യർ, സുക്യർ, കൂശ്യർ എന്നിങ്ങനെയുള്ള പടജനം അസംഖ്യമായിരുന്നു. അവൻ യഹൂദയോട് ചേർന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിച്ചു യെരൂശലേം വരെയും വന്നു. അപ്പോൾ ശെമയ്യാ പ്രവാചകൻ രെഹബെയാമിന്റെയും ശീശക്ക് നിമിത്തം യെരൂശലേമിൽ കൂടിയിരുന്ന യഹൂദാപ്രഭുക്കന്മാരുടെയും അടുക്കൽ വന്നു അവരോട്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ ശീശക്കന്റെ കൈയിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യിസ്രായേൽ പ്രഭുക്കന്മാരും രാജാവും തങ്ങളെ തന്നെ താഴ്ത്തി, യഹോവ നീതിമാനാകുന്നു എന്ന് പറഞ്ഞു. അവർ തങ്ങളെ തന്നെ താഴ്ത്തിയെന്നു യഹോവ കണ്ടപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശെമയ്യാവിന് ഉണ്ടായത് എന്തെന്നാൽ, അവർ തങ്ങളെ തന്നെ താഴ്ത്തിയിരിക്കയാൽ ഞാൻ അവരെ നശിപ്പിക്കാതെ അവർക്ക് ഒരുവിധം രക്ഷ നൽകും. എന്റെ കോപം ശീശക്ക് മുഖാന്തരം യെരൂശലേമിന്മേൽ ചൊരിയുകയുമില്ല. എങ്കിലും അവർ എന്റെ സേവയും അന്യദേശങ്ങളിലെ രാജ്യത്വത്തിന്റെ സേവയും തിരിച്ചറിയേണ്ടതിന് അവർ അവന് അധീനന്മാരായിത്തീരും. ഇങ്ങനെ മിസ്രയീം രാജാവായ ശീശക്ക് യെരൂശലേമിന്റെ നേരെ വന്നു യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും അപഹരിച്ചു ആ സകലം എടുത്തുകൊണ്ടുപോയി. ശലോമോനുണ്ടാക്കിയ പൊൻപരിചകളും അവൻ എടുത്തുകൊണ്ടുപോയി. അവയ്ക്ക് പകരം രെഹബെയാം രാജാവ് താമ്രം കൊണ്ട് പരിചകൾ ഉണ്ടാക്കി രാജധാനിയുടെ വാതിൽ കാക്കുന്ന അകമ്പടി നായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. രാജാവ് യഹോവയുടെ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ കൊണ്ടുവന്ന് പിടിക്കുകയും പിന്നെ അകമ്പടികളുടെ അറയിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യും. അവൻ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ യഹോവയുടെ കോപം അവനെ മുഴുവനായി നശിപ്പിക്കാതെ വിട്ടുമാറി. യഹൂദയിൽ ഏതാനും നന്മയുണ്ടായിരുന്നു. ഇങ്ങനെ രെഹബെയാം രാജാവ് യെരൂശലേമിൽ തന്നെത്താൻ ബലപ്പെടുത്തി വാണു. വാഴ്ച തുടങ്ങിയപ്പോൾ രെഹബെയാമിന് 41 വയസ്സായിരുന്നു. യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് യിസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത് നഗരമായ യെരൂശലേമിൽ അവൻ 17 സംവത്സരം വാണു. അവന്റെ അമ്മയ്ക്ക് നയമ എന്നു പേർ. അവൾ അമ്മോന്യ സ്ത്രീ ആയിരുന്നു. യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സ് വെക്കാഞ്ഞതിനാൽ അവൻ ദോഷം ചെയ്തു. രെഹബെയാമിന്റെ വൃത്താന്തങ്ങൾ ആദ്യാവസാനം ശെമയ്യാ പ്രവാചകന്റെയും ഇദ്ദോ ദർശകന്റെയും വൃത്താന്തങ്ങളിൽ വംശാവലിയായി എഴുതിയിരിക്കുന്നുവല്ലോ. രെഹബെയാമിനും യൊരോബെയാമിനും തമ്മിൽ എല്ലാ കാലത്തും യുദ്ധമുണ്ടായിരുന്നു. രെഹബെയാം തന്റെ പിതാക്കന്മാരെപ്പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ അബീയാവ് അവനു പകരം രാജാവായി.